വിശുദ്ധ അമ്മ ത്രേസ്യ തൻ്റെ ജീവിതകാലം മുഴുവനും ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാനാണ് പരിശ്രമിച്ചിരുന്നത്. താൻ തേടി നടക്കുന്ന ഈശോ തന്നെ ഹൃദയങ്ങൾക്ക് ആഴങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന ഉറച്ച ബോധ്യമാണ് വിശുദ്ധ അമ്മ ത്രേസ്യയെ ഈശോയിലേക്ക് അടുപ്പിച്ചത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണല്ലോ. എന്നാൽ പരിശുദ്ധ കുർബാനയിലൂടെ എഴുന്നള്ളി വരുന്ന ഈശോയെ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ വേണ്ടവണ്ണം ഒരുക്കാറുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച് പല പ്രാവശ്യം പ്രതിപാദിക്കുന്നുണ്ട്. തിരുവോസ്തിയിലൂടെ ഈശോ തൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തിലേക്ക്, സക്രാരിയാകുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ നാം നമ്മെ തന്നെ ഒരുക്കാറുണ്ടോ? അതിനായി നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ നമുക്ക് വിശുദ്ധിയോടെ സൂക്ഷിക്കാം. ഈശോ സത്യമായും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്ന ഉറച്ച ബോധ്യം നമുക്ക് സ്വീകരിക്കാം. ആദ്യം നിങ്ങളവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുന്നുണ്ടല്ലോ. വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ ഈശോയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഈശോയുടെ ഇഷ്ടവസതിയായി മാറാൻ നമുക്കും പരിശ്രമിക്കാം. അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങാം. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ എഴുന്നള്ളി വരുന്നുണ്ടെന്ന ഉറച്ച ബോധ്യത്തോടെ ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോയുടെ ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് തന്നെ ചെറുതാക്കി ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നതാണ്. ഒപ്പമാകുവാൻ അപ്പമായ ഈശോ, ആ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആ ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, ഐ ലവ് യു.